Welcome guys, welcome to the third session of this chapter, National Income Accounting of Macroeconomics. Last sessions we introduced some terms. We discussed about final good, capital good and intermediate good, etc. In the last session especially we discussed about depreciation, gross investment, and then we tried to introduce factors of production, and we just touch upon this circular flow. We haven't drawn the diagram. In this session we are especially trying to draw this diagram and understand this circular flow of our production more clearly. So in the last class especially we have talked about factors of production. What were those factors of production? Land, labor, capital and entrepreneurships. So these were giving us different things. So land was giving us rent, labor was giving us wage, and capital was giving us interest, and entrepreneurship was giving us profit. So these factors of production is leading, making people, is making them to spend because they are earning income. അവർക്ക് വരുമാനം കിട്ടുന്നതുകൊണ്ട് അവർ ചിലവാക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൊത്തം ഗുഡ്സ് ആൻഡ് ഇതിലെ പ്രൊഡക്ഷൻ ആണ് എന്നതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇതിൽ വി വിൽ ട്രൈ ടു ഡ്രോ ദ തിങ്സ് വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ്. പിന്നെ നമ്മൾ ഒരു ഫെർദർ അഡീഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ ഹൗസ് ഹോൾഡ്സ് എന്ന് പറഞ്ഞാൽ ആളുകളാണ്. നമ്മൾ മൈക്രോയിലുള്ള നമ്മൾ വി ഹാവ് ഹേർഡ് അബൌട്ട് ദിസ്. ഹൗസ് ഹോൾഡ്സ് മീൻസ് പീപ്പിൾ എന്നുള്ള അർത്ഥമാണ്. പിന്നെ ഇവിടെ ഫേംസ് എന്ന് വെച്ചാൽ ഹൂ ഇസ് ഫേംസ്? ഫേം ഇസ് സമൺ ഹൂ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഫേം എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ്സ് ക്ലിയർ ടു യു. ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ്. സോ ലുക്ക് ഇൻ ടു ദിസ് ഡയഗ്രാം. ഓക്കെ, സോ ഈ ഫേംസ്, ആദ്യം ഹൗസ് ഹോൾഡ്സ് ഉണ്ട്. നമുക്കൊരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഫേമിന് എന്ത് വേണം? ലാൻഡ് വേണം, ക്യാപിറ്റൽ വേണം, പിന്നെ ലേബർ വേണം, പിന്നെ അങ്ങനെ ഇത് ഓർഗനൈസ് ചെയ്യാനുള്ള ആൾ വേണം. സോ അപ്പം ഈ ഹൗസ് ഹോൾഡ്സ് ഫേമിന് ഇതെല്ലാം കൊടുക്കുന്നു. എന്തെല്ലാം കൊടുക്കുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതെല്ലാം ഓൺട്രപ്രണർഷിപ്പ്, ഇതെല്ലാം ആര് കൊടുക്കുകയാണ്? ഹൗസ് ഹോൾഡ്സ്. ഈ ഏരോ നോക്കിയേ, ഇനിയിപ്പോൾ ഈ ഏരോ മാർക്കിൻ്റെ കളിയാണ് ഈ ഡയഗ്രത്തിൽ, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഹൗസ് ഹോൾഡ്സ് ഇതെല്ലാം നമുക്ക് കൊടുക്കുന്നു. സോ ഇതെല്ലാം ഹൗസ് ഹോൾഡ്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഫാക്ടർ പേയ്മെൻറ്റ്സിലൂടെ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലൂടെ ഫേംസ് അവർക്ക് അത് തിരിച്ചു കൊടുക്കുന്നു. എന്തെല്ലാം ഫേംസ് കൊടുക്കുന്നത്? ഫേംസ് എന്ത് കൊടുക്കും? വേജ് കൊടുക്കും, പിന്നെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കും, അതുപോലെ റെൻറ്റ് കൊടുക്കും. സോ ദാറ്റ് തിങ്സ്, വേജ്, ഇൻട്രസ്റ്റ്, റെൻ്റ് എല്ലാം ഹൗസ് ഹോൾഡ്സിന് അവർ കൊടുക്കും. സോ ഹൗസ് ഹോൾഡ്സ് ഇവർക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നു, പിന്നെ ഫേംസ് അവർക്ക് വേജ്, റെൻറ്റ്, എക്സെട്ര. സോ ഹിയർ ഈസ് എ സർക്കുലർ ഡയഗ്രാം. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഹൗസ് ഹോൾഡ്സ് ഈസ് ഹാവിങ് ഇൻകം. ഹൗസ് ഹോൾഡ്സിന് ഇൻകം ഉണ്ടായി. സോ ഈ ഇൻകം അവരെന്താവാണ്? സ്പെൻഡ് ചെയ്യാണ്. ദേ ആർ സ്പെൻഡിങ് ദിസ് ഇൻകം. അവർ സ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെയാണ് അവർ എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത്? എന്തിനാണ് ഹൗസ് ഹോൾഡ്സ് സ്പെൻഡിങ്? വൈ ഹൗസ് ഹോൾഡ്സ് ആർ സ്പെൻഡിങ്? ഹൗസ് ഹോൾഡ്സ് ആർ സ്പെൻഡിങ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫേംസ് ബ്രെഡ് ഉണ്ടാക്കുന്നു. ബ്രെഡ് ഉണ്ടാക്കേണ്ട പൈസ, ബ്രെഡിന് 15 രൂപയാണെങ്കിൽ ആ 15 രൂപ ഫേമിന് കൊടുക്കുന്നു. ഫേം ഹൗസ് ഹോൾഡ്സിന് ബ്രെഡ് കൊടുക്കുന്നു. ഗുഡ്സ് ആൻഡ് സർവീസ് അവർ ഫേമിന് കൊടുക്കുന്നു. ഫേമാണ് ഇവർക്ക് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ എന്താണോ ആ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഫേം ഹൗസ് ഹോൾഡ്സ് ആണ് അത് വാങ്ങുന്നത്. ഹൗസ് ഹോൾഡ്സ് ആണ് അത് വാങ്ങുന്ന ആളുകൾ. അത് വാങ്ങാനുള്ളതാണ് ഈ സ്പെൻഡിങ് എന്നതുകൊണ്ട് ഇവരുടെ കാണിക്കുന്നത്. ദേ ആർ സ്പെൻഡിങ് their income for the goods and services produced by firms. Once again, ഹൗസ് ഹോൾഡ്സ് ഉണ്ട്. ഹൗസ് ഹോൾഡ്സിന് ഫാക്ടർ സർവീസസ് ആവശ്യമാണ്, ലാൻഡ്, ലേബർ ഇതെല്ലാം ആവശ്യമാണ്. ആ ലാൻഡ്, ലേബർ എല്ലാം കൊടുക്കുമ്പോൾ അവർക്ക് ഫാക്ടർ പേയ്മെൻറ്റ്സ് അവർക്ക് കൊടുക്കുന്നു. അതിലൂടെ അവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ആ ഇൻകം അവർ സ്പെൻഡ് ചെയ്യാണ്, ഫേംസിന് കൊടുക്കുകയാണ്. എന്തിന്? ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയിട്ട് ഫേംസിന് അവർ ആ ഇൻകം കൊടുക്കുന്നു. സോ സ്പെൻഡിങ് കൊടുക്കുന്നു, ഗുഡ്സ് ആൻഡ് സർവീസ് കൊടുക്കുന്നു. സോ ഇവിടെ രണ്ട് മാർക്കറ്റ് ഉണ്ട്. ഒന്നെന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് മാർക്കറ്റാണ്. സോ വാട്ട് വി ആർ ഗിവിങ് മണി ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. ഹൗസ് ഹോൾഡ്സ് ഗുഡ്സ് ആൻഡ് സർവീസിന് ഫേമിന് പൈസ കൊടുക്കുന്നു. ഫേം എന്താക്കുന്നു? ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്നു. സോ ദിസ് ഇസ് എ ഗുഡ്സ് ആൻഡ് സർവീസ് മാർക്കറ്റ്. ഈ രണ്ട് ഏരോ ആണ് എന്ത്? ഗുഡ്സ് ആൻഡ് സർവീസ് മാർക്കറ്റ്.
ഈ 2 ഏരോ സ്പെൻഡ് ചെയ്യുന്നു, ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നു, സ്പെൻഡ് ചെയ്യുന്നു, ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നു. ഈ താഴത്തെ 2 ഏരോ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാർക്കറ്റ് ആണ്. ബിക്കോസ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? കീപ്പ് ഇൻ മൈൻഡ്, റൈറ്റ്? ലാൻഡ്, ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. സോ അതിൽ നമുക്ക് വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഉണ്ടാകുന്നു. സോ പ്രോഫിറ്റ് ഉണ്ടാകുന്നു. അത് ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുകയാണെന്ത്? ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് തരുന്നതിന് അത് ഹൗസ് ഹോൾഡ്സിന് അത് കൊടുക്കുന്നു. സോ ദിസ് ഈസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാർക്കറ്റ്. സോ ഇതാണ് എന്തോ ഒരു സർക്കുലാർ ഫ്ലോ ഓഫ് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ഈ എക്സ്പെൻഡിച്ചർ ഇതിലേക്ക് വരികയാണ്. നമ്മൾ ഇവിടെ ഹൗസ് ഹോൾഡ്സിൻ്റെ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇൻകം എന്ന് പറയുന്നത് ഈ ഫാക്ടർ പേയ്മെൻറ്റ്സ് അല്ലേ ഹൗസ് ഹോൾഡ്സിൻ്റെ ഇൻകം? ഇതല്ലേ ഹൗസ് ഹോൾഡ്സിൻ്റെ ഇൻകം? ഇൻകം ഓഫ് ഹൗസ് ഹോൾഡ്സ്. ഈ ഫാക്ടർ പേയ്മെൻറ്റ്സ് അല്ലേ ഹൗസ് ഹോൾഡ്സിൻ്റെ ഇൻകം? ഹൗസ് ഹോൾഡ്സിന് വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ? ഇല്ല. ഹൗസ് ഹോൾഡ്സിൻ്റെ ഇൻകം ഈ ഫാക്ടർ പേയ്മെൻറ്റ്സ് ആണ്. സോ ഈ ഇൻകം ഉപയോഗിച്ചിട്ട് അവർ ഇവിടെയുള്ള ഒരു എക്സ്പെൻഡിച്ചർ നടത്തുകയാണ്. ഇവിടെ ഒരു സ്പെൻഡിങ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പെൻഡിച്ചർ എന്നെല്ലാം പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ എല്ലാം പറയുമ്പോൾ ഏകദേശം ഒരു മീനിങ് ആണ്. ചെലവാക്കുക, സ്പെൻഡിങ്. അവരുടെ ഇൻകം അവർക്ക് കിട്ടുന്നു, ആ ഇൻകം ഉപയോഗിച്ച് അവർ എക്സ്പെൻഡിച്ചർ നടത്തുന്നു. എന്താണ് ഈ എക്സ്പെൻഡിച്ചർ കൊണ്ട് അവർ വാങ്ങുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ഫേംസ് ഇവർക്ക് വിറ്റാൽ മാത്രമേ, ഹൗ ഫേംസ് ആർ ഏബിൾ ടു, ഫേംസ് ഇവർക്ക് പൈസ കൊടുക്കണ്ടേ? ഈ ഇൻകം ഇവർക്ക് കൊടുക്കണമെങ്കിൽ ഫേംസിന് പൈസ വേണ്ടേ? ഹൗ ദ ഫേംസ് ജനറേറ്റ് മണി? ഫേംസ് ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗസ് ഹോൾഡ്സിന് വിറ്റിട്ടാണ് ഇവർക്ക് ഈ ഇൻകം കൊടുക്കുന്നത്. അപ്പോൾ ഏതാദ്യം ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് പറയാം ഒരു സർക്കുലർ ഇതിലാണ്. അതായത് ഈ ഫേംസ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് വിറ്റിട്ടാണ് ഫാക്ടർ പേയ്മെന്റ് നടക്കുന്നത്. ഈ ഫാക്ടർ പേയ്മെന്റിലൂടെയാണ് എന്തുണ്ടാകുന്നത്? എക്സ്പെൻഡിച്ചർ നടക്കുന്നത്. ഇവിടെ ഹൗസ് ഹോൾഡ്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ ഫേംസിന് പൈസ കിട്ടുന്നുള്ളൂ. ആ പൈസയാണ് ഫേംസ് എന്താക്കുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് വിൽക്കുന്നതിലൂടെയാണ് പൈസ കിട്ടുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്നതിലൂടെ ഇവർക്ക് പൈസ കിട്ടുന്നു. ആ പൈസ ഫാക്ടർ പേയ്മെന്റ്സിലൂടെ ഹൗസ് ഹോൾഡ്സിന് എന്താക്കുവാണ്? ഫേം കൊടുക്കുന്നുണ്ട്. ആ കൊടുത്ത പൈസ തന്നെ ഹൗസ് ഹോൾഡ്സ് എന്താണ് തിരിച്ച് ഫേമിന് തന്നെ കൊടുക്കുകയാണ്. എന്തിന്? ഗുഡ്സ് ആൻഡ് സർവീസ്. എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയിട്ട് ഹൗസ് ഹോൾഡ്സ് എന്താക്കുകയാണ്? അപ്പം ഒരു സർക്കുലർ ഫ്ലോ നിങ്ങൾ കണ്ടില്ലേ? ബിക്കോസ് എന്താണ്, ആദ്യം ഫേംസ് ഫാക്ടർ പേയ്മെന്റ്സിലൂടെ ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്നു. ആ പൈസ മൊത്തം എന്താക്കുന്നു? ഫേംസിന് ഇവർ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ ആ പൈസ ഉപയോഗിച്ച് പിന്നെയും ഫേം എന്താക്കുന്നു? ഫാക്ടർ പേയ്മെന്റ്സ് വാങ്ങുന്നു, പിന്നെയും കൊടുക്കുന്നു. ഈ പൈസ പിന്നെയും ഫേമിനെത്തുന്നു, ഫേം പിന്നെയും ഫാക്ടർ പേയ്മെന്റ്സ് വാങ്ങുന്നു, ഫാക്ടർ പേയ്മെന്റിലൂടെ പിന്നെയും ഇൻകം ഉണ്ടാകുന്നു, പിന്നെയും ഇൻകത്തിലൂടെ പിന്നെയും സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ സ്പെൻഡ് ചെയ്യുന്നതിലൂടെ പിന്നെയും ഫേമിന് കിട്ടുന്നു, പിന്നെയും ഫേം ഫാക്ടർ പേയ്മെന്റ്സിലൂടെ ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്നു. സോ ഇവിടെ ഒരു സർക്കുലാർ ഫ്ലോ ഇങ്ങനെ നടക്കുകയാണ്. സോ ഹിയർ ഇവിടെ ഈ ഹൗസ് ഹോൾഡ്സ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇവർ സ്പെൻഡ് ചെയ്യുന്ന അത്രയായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഹൗസ് ഹോൾഡ്സിൻ്റെ ഇൻകത്തിൻ്റെ തുല്യമായിരിക്കും ഇവരുടെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡക്ഷൻ. യു ഗോട്ട് ഇറ്റ്? ബിക്കോസ് ഇഫ് യു ആർ പ്രൊഡ്യൂസിങ് എ ഗുഡ്സ് ഫോർ 100 rupees, നമ്മൾ 100 rupeesൻ്റെ ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 100 rupeesഉം ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകും. വേജായിട്ടും വെച്ചിട്ട് 10, 20, 40, റെൻ്റായിട്ട് പിന്നെ 7, 30, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അങ്ങ് പോകും ഈ 100 രൂപ. പക്ഷേങ്കിൽ ഈ മൊത്തത്തിൽ ഈ 100 രൂപ ഫാക്ടർ പേയ്മെൻറ്റ്സിലൂടെ ഹൗസ് ഹോൾഡ്സിന് കിട്ടുന്നു. എന്ത് വരുമാനം? അവരുടെ വരുമാനം 100 രൂപയാണ്, അവരുടെ ഇൻകം 100 രൂപയാണ്. ആ 100 രൂപ തന്നെ തിരിച്ച് ഇവർ എന്താക്കുകയാണ്? ഫേമിന് കൊടുക്കുകയാണ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ആ ഫേം പിന്നെയും 100 രൂപ കൊടുത്ത് പിന്നെയും ആ 100 രൂപ കൊടുത്ത് പിന്നെയും ഫാക്ടർ പേയ്മെൻറ്റ്സ് വാങ്ങുന്നു. സോ ദ വാല്യൂ ഓഫ് ഹൗസ് ഹോൾഡ്സിൻ്റെ ഈ ഹൗസ് ഹോൾഡ്സിന് 100 രൂപ കൊടുത്തിട്ട് അവർ ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്നത് ഈ 100 രൂപയുടെ ഗുഡ്സാണ്. സോ ഈ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡും എക്സ്പെൻഡിച്ചറും ഇവരുടെ ഇൻകവും എല്ലാം എന്താണ്? തുല്യമാണ്. സോ the conclusion of this circular diagram is what? We can calculate the value of goods and service produced in what? In 3 methods. ഒന്നുകിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്
ഒന്ന് എന്താവാം, ഈ ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്താൽ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ്, ഈ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ആ ഒരു എക്കണോമിയുടെ ഇൻകം, അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ മോഡൽ എക്കണോമിയുടെ ഇൻകം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്താക്കാൻ മതി, ഈ ഒരു പോയിന്റിൽ ഈ അവർക്ക് കൊടുക്കുന്ന ഫാക്ടർ പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് അവരുടെ ഇൻകം നോക്കിയാൽ മതി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻകം മെത്തേഡ്? ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടർ പേയ്മെൻറ്റ്സിലൂടെ ഹൗസ് ഹോൾഡ്സിന് കിട്ടുന്ന ഇൻകം, അതിലൂടെ നമ്മൾ ടോട്ടൽ വാല്യൂ കാണുന്നതിന് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നു. സോ ഈ ഇൻകം ഉപയോഗിച്ച് ഇവന്മാർ ഇത് ഫുള്ള് സ്പെൻഡ് ചെയ്യാണ്, എവിടെ, ഫേംസിന് കൊടുക്കുന്നു. അപ്പോൾ അതിലൂടെ അവർ ഒരു എക്സ്പെൻഡിച്ചർ നടത്തുന്നു. സോ അതെന്താണ്, എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെയാണ് നമുക്ക് ആ എക്സ്പെൻഡിച്ചറിൻ്റെ മൊത്തം ചെലവ്, അല്ലെങ്കിൽ മൊത്തം വി കാൽക്കുലേറ്റ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്. സോ സ്പെൻഡിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്താണ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇനി ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ്, അവർ ഹൗസ് ഹോൾഡ്സിന് വിൽക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസ് എന്താണ്, പ്രൊഡക്ഷൻ മെത്തേഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ 3 രീതിയിലാണ് ഇപ്പം പറഞ്ഞത്. ഒന്ന് ഇൻകം മെത്തേഡാണ്, ഒന്ന് പ്രൊഡക്ഷൻ ഉണ്ട്, ഒന്ന് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ഈ 3 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താലും നമ്മുടെ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ദിസ് 3 മെത്തേഡ്സ്, ഈ ഇൻകം മെത്തേഡ്, product method, expenditure method. So we can calculate the total value of goods and service produced using these 3 methods. Suppose ഈ ഒരു ഇതിൽ ഫേം കുറച്ച് ഹൗസ് ഹോൾഡ്സ് കുറച്ച് കടം വാങ്ങി, ഇപ്പം 100 രൂപയാണല്ലോ നമ്മൾ എക്സാമ്പിൾ, ഹൗസ് ഹോൾഡ്സ് ഒരു 200 രൂപ, ഒരു 100 രൂപയും കൂടി കടം വാങ്ങി 200 രൂപ സ്പെൻഡ് ചെയ്യുന്നു. They are spending 200 rupees. So when they are ready to spend 200 rupees, firms understand that there is a high demand. ഒരു ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഫേംസ് എന്താക്കുകയാണ്, മോർ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ മോർ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താക്കണം, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, 100 രൂപയുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വാങ്ങിയാൽ പോരാ, അവരിനി 200 രൂപയുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വാങ്ങണം. സോ ദേ ആർ ഹയറിങ് മോർ, അല്ലെങ്കിൽ അവർ കൂടുതൽ ഹയർ ചെയ്യാൻ തുടങ്ങിയത് വേജ്, ഇൻട്രസ്റ്റ് എല്ലാം കൂടി ഇതവർ കൂട്ടണം. സോ ഈ ഫാക്ടേഴ്സ് ഓഫ് പേയ്മെൻറ്റിലൂടെ എന്താക്കി, അവർ ഇവൻച്വലി ഹൗസ് ഹോൾഡ്സിന് 200 രൂപ കൊടുക്കാൻ തുടങ്ങി. മനസ്സിലാവും? ഇറ്റ്സ് ബിറ്റ് ടഫ് ആൻഡ് ബിറ്റ്സ് കൺഫ്യൂസിങ്, ബട്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഹൗസ് ഹോൾഡ്സിന് എങ്ങനെയാണ് ഒരു 100 രൂപ അവരധികം സ്പെൻഡ് ചെയ്തു, പക്ഷെ അവരത് കടം വാങ്ങിയിട്ടോ പുറത്തുനിന്ന്, ഒരു എക്കണോമിയുടെ പുറത്തുനിന്ന് അവർ 100 രൂപ അല്ലെങ്കിൽ കടം വാങ്ങി അവർ എന്താക്കുകയാണ്, ഫേംസിന് ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുകയാണ്. അപ്പോൾ അവർ എക്സ്ട്രാ ഡിമാൻഡ് ഉണ്ടാവുന്നു. ആ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഡിമാൻഡ് ഇപ്പം 100 ഉണ്ടായിരുന്നത് 200 ആയി, അല്ലെങ്കിൽ 200 രൂപയുടെ വാല്യൂ ഇവിടെ ഈ 100 രൂപ കൂടെ കൂടി 200 ആയതാണ്. അപ്പോൾ 100 + 100 പിന്നെ 200ൻ്റെ വാല്യൂ ആയി. അപ്പോൾ 200ൻ്റെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവരെന്താവണം, ഈ ഫാക്ടർ പേയ്മെൻറ്റ്സ് കുറേ കൂടി കൂട്ടണം. അപ്പോൾ ഈ നോർമൽ ഇതിൽ അവർക്ക് 200 രൂപയുടെ ഗുഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവൻച്വലി ഹൗസ് ഹോൾഡ്സിൻ്റെ അടുത്ത് തന്നെ അവരെന്താക്കുന്നു, കൂടുതലധികം ഈ വേജും ഇതെല്ലാം വാങ്ങുന്നു. അപ്പോൾ ഇവൻച്വലി ഹൗസ് ഹോൾഡ്സിന് ഫാക്ടർ സർവീസ് വാങ്ങുകയാണ് അവരോട് കൂടുതലായിട്ട്. നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്നത് 100 രൂപയുടെ ഫാക്ടർ സർവീസ് ആയിരുന്നു, 100 രൂപയുടെ ഗുഡ്സ് ഉണ്ടാക്കാനുള്ള ഫാക്ടർ സർവീസ് ആയിരുന്നു. ഇപ്പോൾ അവർക്ക് 200 രൂപയുടെ ഡിമാൻഡ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവർ 200 രൂപയ്ക്കുള്ള ഫാക്ടർ സർവീസ് എന്താക്കുവാണ്, ഹൗസ് ഹോൾഡ്സിൻ്റെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുകയാണ്. സോ ഈ ഹൗസ് ഹോൾഡ്സിൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്ത ഫാക്ടർ സർവീസ് തിരിച്ച് ഈ ഹൗസ് ഹോൾഡ്സിന് ഇൻകായിട്ട് തന്നെ പോകുന്നു, ഈ 200. സോ ഈ 200 ഇവൻച്വലി ഈ ഹൗസ് ഹോൾഡ്സിന് എന്താക്കി, ഈ അധികം ചിലവാക്കേണ്ട 200 രൂപ ഇവിടെ കിട്ടി. They got what they need, അല്ലേ? They got 200 as income. അപ്പോൾ എന്താ, ഒരു കൺഫ്യൂസിങ് ആണോ ലോജിക്ക്? അവർക്ക് they were spending 100, then they bought some 100 rupees again from somewhere else. എവിടുന്നോ ഒരു 100 രൂപ അധികം വാങ്ങി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും അഗ്രിഗേറ്റ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവൻച്വലി അവരുടെ ഇൻകം അവർക്ക് എത്രയാണോ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് അത്ര തന്നെ ആയി. അവർക്ക് 200 രൂപയാണ് അവർ സ്പെൻഡ് ചെയ്തത്, അവരുടെ ഇൻകം നേരത്തെ 100 രൂപയായിരുന്നു. അവർ 200 രൂപ സ്പെൻഡ് ചെയ്തതിലൂടെ ഫാക്ടർ പേയ്മെൻറ്റ്സ് ചെയ്ത് അവരുടെ ഇൻകം 200 rupees ആയി.
So it doesn't means that ഒരു ഇൻഡിവിജ്വൽ പോയി 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം അങ്ങ് 200 രൂപയ്ക്ക് ആവുക എന്നുള്ളത്. മൊത്തത്തിലുള്ള അഗ്രിഗേറ്റ് സ്പെൻഡിങ് ഈസ് ഇൻക്രീസിങ്. സോ ഈ അഗ്രിഗേറ്റ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്തതിലൂടെ എന്താവുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇവിടെ കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാക്ടർ പേയ്മെൻറ്റ്സിലൂടെ അവർക്ക് അധികം വേണ്ട, ഹൗസ് ഹോൾഡ്സിന് വേണ്ട അധികം ഇൻകം ഉണ്ടാകുന്നു. സോ ദാറ്റ് ഈസ് ദിസ് സർക്കുലർ ഫ്ലോ. അപ്പോൾ ഒരാളല്ല, മൊത്തത്തിൽ ഒരു ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആൾ പെട്ടെന്ന് 150 രൂപ ഒരധികം പൈസ ചിലവാക്കിയത് കൊണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും ഇൻകം ഉണ്ടാവണം എന്നുള്ളതല്ല. ഒരുപാട് മൊത്തത്തിലുള്ള എക്കണോമി എന്താവുകയാണ്, അഗ്രിഗേറ്റ് സ്പെൻഡിങ് കൂട്ടുമ്പോൾ അവർക്ക് വേണ്ട ഇൻകം അവർക്ക് കിട്ടുന്നു. സോ ഇവൻച്വലി അവർക്ക് എത്രയാണോ അവർക്ക് കൂടുതൽ ചിലവാക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ ചിലവാക്കാൻ ആവശ്യമായ എമൗണ്ട്, അത് അവർക്ക് എന്താവാണ്, കൂടുതൽ ചിലവാക്കുന്നതിലൂടെ തന്നെ അവർക്ക് കിട്ടുകയാണ്. അവർക്ക് ചിലവാക്കേണ്ടത് 200 ആയിരുന്നു. അപ്പോൾ 200 ഇവൻച്വലി അവർക്ക് എന്താവുന്നു, പേയ്മെൻ്റ് ആയിട്ട് അവർക്ക് ലഭിക്കുന്നു. സോ ദേ ആർ ഗെറ്റിംഗ് ദ എക്സ്ട്രാ 100 rupees which they wanted to spend. So through this circular diagram shown. So here we have set up a simple macroeconomic model. ഇവിടെ എന്തില്ല, there is no savings, there is no government, and there is only households and firms. There is no government or no saving, or there is no taxes and all. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് മോഡലാണ് we have introduced. So economics is full about models. നമ്മളെ ഒരു ഒരു എക്കണോമിക്സിൽ മോഡൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ വൈ വി നീഡ് മോഡൽസ്? ഒരു വലിയൊരു സംഗതിയെ നമുക്ക് ചെറിയ രൂപത്തിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കുക, ഈ ചെറിയൊരു മോഡൽ പഠിച്ചാൽ നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്ത് വലിയൊരു നാഷണലിൻ്റെയും അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും എങ്ങനെ സംഭവിക്കുന്നു എന്നത് ഈ ചെറിയ മോഡലിലൂടെ നമ്മൾ മനസ്സിലാക്കണം. സോ മാക്രോ എക്കണോമിക്സ് ഈസ് വാട്ട് ഫിൽഡ് വിത്ത് മോഡൽസ് മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. സോ this is a very simplified model with no savings, no government, no taxes and all. സോ ഇതിലേക്ക് നമ്മൾ ഇനി സേവിങ്സിനെയും ഗവൺമെൻറ് സ്പെൻഡിങ്ങും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമ്മൾ ഈ മോഡലിൽ ഇൻകം എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഇത്ര ഇൻകം ഉണ്ടാവില്ല. ടാക്സ് കുറയ്ക്കേണ്ടി വരും, സേവിങ്സ് കുറയ്ക്കേണ്ടി വരും, അതെല്ലാം കുറയ്ക്കേണ്ടി വരുമെങ്കിൽ പോലും ഈ മെത്തേഡ് ഉണ്ടല്ലോ, അതായത് എന്ത്, വാട്ട് എവർ ദ കോംപ്ലിക്കേറ്റഡ് മെത്തേഡ്സ് വിൽ ബി, ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ 3 മെത്തേഡ്, എന്തെല്ലാം 3 മെത്തേഡ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എവിടെ നമ്മൾ എഴുതിയത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, അതെ ഇത് പ്രൊഡക്റ്റ് മെത്തേഡ്, അതുപോലെ ഇൻകം മെത്തേഡ്. ഇതാണ് ഇൻകം മെത്തേഡ് നമ്മൾ ഇവിടെ എഴുതി. അപ്പോൾ 3 മെത്തേഡ്: എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്. ഈ 3 മെത്തേഡിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിൽ ബി സെയിം irrespective of what, how complicated the model will be. So the model, whether this model has savings, government or taxes, if you are trying to calculate the total value of goods and service produced in an economy, either using income method, expenditure method or product method, these three methods will be giving us what, the same value. ഈ 3 മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും? Same value. So next sessions we will be looking into how to calculate the total value of goods and service produced using this different methods. So once again I am saying, whatever the complicated the model is, the final calculation we are getting by using these 3 methods will be same. നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 മെത്തേഡും 3 ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ now let's try to calculate the value added or the amount of goods and service produced through production method. നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡ്, സോ പ്രൊഡക്റ്റ് മെത്തേഡ് is also known as value added method. അതിൻ്റെ വേറൊരു പേരാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. സോ we will try to understand by taking some examples. ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. So say there are only 2 producers in an economy. Only 2 producers. One is wheat producers and bread producers. വീറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരും ബ്രെഡ് ഉണ്ടാക്കുന്ന ആളുകളും മാത്രമേ ഉള്ളൂ. ഇവർക്ക് വീറ്റ് ഉണ്ടാക്കുന്ന ആൾക്ക് ഇൻപുട്ടായിട്ട് വേണ്ടത് ലേബർ മാത്രമാണ്. ലേബർ മാത്രമാണ്. ഇവർക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടത് വീറ്റ് മാത്രമാണ്. സോ ദീസ് ആർ 2 producers. 2 പ്രൊഡ്യൂസ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളും ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളും മാത്രമേ ഉള്ളൂ. സോ ഇൻ ദിസ് എക്കണോമി
ഒരു ഫാമർ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ഫാമർ പ്രൊഡ്യൂസ് വീറ്റ് വർത്ത് 100. 100 രൂപക്കുള്ള വീറ്റ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫാമർ 100 രൂപയുടെ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഈ 100 രൂപയിൽ they are selling wheat worth 50 to bread producers. ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇവർ 50 രൂപയുടെ ഈ വീറ്റ് കൊടുക്കുകയാണ്. ഇതിൽ 100 രൂപയുടെ വീറ്റ് അവരുണ്ടാക്കി അതിൽ 50 രൂപയുടെ ഈ വീറ്റ് എന്താക്കാണ് ബ്രെഡ് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്നു. ബ്രെഡ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ 50 രൂപയുടെ വീറ്റ് ഉണ്ട്. സോ ദിസ് ബ്രെഡ് പ്രൊഡ്യൂസേഴ്സ് ഈസ് പ്രൊഡ്യൂസിങ് ബ്രെഡ് വർത്ത് എന്താണ്, ഇവർ 200 രൂപയുടെ ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെഡ് വർത്ത് ദ വാല്യൂ ഓഫ് ബ്രെഡ് എന്താണ്, അവർ പ്രൊഡ്യൂസ് ചെയ്ത വാല്യൂ ഓഫ് ബ്രെഡ്. മനസ്സിലായോ? അതായത് ഒരു ഫാമർ ഉണ്ട്, ഫാമർ 100 രൂപയുടെ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ 50 രൂപയുടെ വീറ്റ് ആര് വാങ്ങി? ബ്രെഡ് പ്രൊഡ്യൂസേഴ്സ് വാങ്ങി. ഈ 50 രൂപയുടെ വീറ്റ് ഉപയോഗിച്ച് അവർ 200 രൂപ വിലയുള്ള ബ്രെഡ് ഉണ്ടാക്കി. സോ എത്രയാണ് ഇവിടെ വാല്യൂ ആഡഡ് വെർത്ത് എന്ന് പറയുമ്പോൾ? ഇപ്പോൾ ഇവിടെ ഫാമർ ഇസ് പ്രൊഡ്യൂസിങ് 100 rupees വർത്ത് ഓഫ് വാട്ട് വീറ്റ്, ബട്ട് ബ്രെഡ് പ്രൊഡ്യൂസേഴ്സ് ഇസ് പ്രൊഡ്യൂസിങ് 200 rupees വർത്ത് ഓഫ് ബ്രെഡ്. അപ്പോൾ ഇവരുടെ രണ്ടാളും കൂടി വാല്യൂ എത്രയായി? 100 + 200 300. ഇങ്ങനെ എഴുതരുത്. സോ ദിസ് ഈസ് റോങ്. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഇവിടെ ഇവർ 100 rupeesഉം വെർത്ത് ഉണ്ടാക്കുന്നുണ്ട്, ഇവരും 200 rupeesന്റെ വെർത്ത് ഉണ്ടാക്കുന്നു. അപ്പോൾ ടോട്ടൽ എക്കണോമിയിൽ 300 rupees വെർത്ത് എന്ന് നമ്മൾ പറയരുത്. കാരണം ഇവിടെ നമ്മൾ നോക്കേണ്ടത് വാല്യൂ എത്ര ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഹൗ മച്ച് വാല്യൂ ഈസ് ആഡഡ്. സോ ഇവിടെ വീറ്റ് ഉണ്ടാക്കുന്ന ഫാമേഴ്സ് വാല്യൂ ഈസ് 100 rupees. പക്ഷെ ഇവിടെ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ 200ൽ 50, ഈ 50 ഉണ്ടല്ലോ, ഇവർ ഈ 200 ഉണ്ടാക്കാൻ ഉപയോഗിച്ച 50ലെ ഈ 50 ഓൾറെഡി ഫാമറിൻ്റെ ഇതിൽ ആഡഡ് ആണ്. സോ ഈ 50 രൂപ ഉപയോഗിച്ചിട്ട് ഇവർ 200 ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവരുടെ വാല്യൂ ആഡഡ് എത്രയാണ്? 200 - 50 150 ആണ്. അവരുടെ ബ്രെഡ് പ്രൊഡ്യൂസേഴ്സിൻ്റെ വാല്യൂ ആഡഡ് 200 - 50 150 ആണ്. സോ വാട്ട് വിൽ ബി ഈ വാല്യൂ ആഡഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളെ ടോട്ടൽ എത്രയായിരിക്കും? 100 + 150 എന്താണ്? 250. കാരണം ഇവരുടെ ഈ 50 ഇന്റർമീഡിയറ്റ് ഗുഡിൻ്റെ എന്താണ് വിലയാണ് ഈ 50. സോ തിങ്സ്. അപ്പോൾ ഈ 100 രൂപയുടെ വീറ്റ് ഫാമർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, 200 രൂപയുടെ ബ്രെഡ് പ്രൊഡ്യൂസറും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എക്കണോമിയിൽ 300 rupees വെർത്ത് ഗുഡ് ഉണ്ടാകുന്നത് നമ്മൾ പറയരുത്. കാരണം എന്താ, അത് നമ്മൾ വാല്യൂ അഡീഷൻ ആണ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കണം. സോ ഇവിടെ ഈ 50 രൂപയുടെ ബ്രെഡ് എന്താക്കിയിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. 200 രൂപയുടെ ബ്രെഡ് വീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. 50 രൂപയുടെ വീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിന്? 200 രൂപയുടെ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി. സോ വി വിൽ റെഡ്യൂസ് ദിസ് 50 ഫ്രം ദിസ് 200. സോ വി വിൽ ഗെറ്റ് 150. സോ ദ വാല്യൂ ആഡഡ് വിൽ ബി 100 + 150. That is what? 250. We will try to draw this thing in a box. So we are trying to draw this in a table. So this is about total production. Farmer and baker and bread producing alana baker. So farmer and total production etra? Total production is what? 100 rupees. 100 rupees in the ഇവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബേക്കർ 200 rupees വർത്ത് എന്തുണ്ട്? ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ അടുത്ത കോളം എന്താണ്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ആണ്. ഫാമർ ഇവിടെ എന്തെങ്കിലും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ് ചെയ്യുന്നത്? ഫാമർ എന്താണ്? ഗുഡ്സ് ഒന്നും ഉപയോഗിക്കുന്നത്. സോ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ബേക്കറിൻ്റെ കേസിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ എന്താണ്? 50 ആണ്. കാരണം എന്താ? അവർ ഈ 50 രൂപയുടെ
വീറ്റ് എന്താക്കുന്നുണ്ട്, ഫാമറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട്. സോ ഈ ഫാമറിൻ്റെ ടോട്ടൽ അവസാനത്തെ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 100 ആയിരിക്കും. അപ്പോൾ ഈ ബേക്കറിൻ്റെത് ഈ 200 - 50 150 ആയിരിക്കും. നമ്മളപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ ആഡഡ് എത്ര ഉണ്ടായിരിക്കും, 100 + 150 250 ആയിരിക്കും. സോ നമ്മുടെ വാല്യൂ ആഡഡ് മെത്തേഡിലൂടെ നമ്മൾ കണ്ടുപിടിച്ചൊരു എക്സാമ്പിളാണ്. സോ ഐ ഹവ് ജസ്റ്റ് ഡ്രോൺ ദിസ് തിങ്സ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ടു എ ടേബിൾ. ഒരു ടേബിളിലൂടെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇത് 250 കുറച്ച് 150 ആകുന്നു. ഇത് രണ്ടും കൂടിയും കൂട്ടി നമുക്ക് ടോട്ടൽ 150 കിട്ടുന്നു. സോ ദാറ്റ് ഈസ് അവാർഡ് വാട്ട് an example of how we are calculating our value added or aggregate value of goods and services produced in economy through what a production method, product method or value added മെത്തേഡിലൂടെ നമ്മൾ എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇതിൻ്റെ ഫൈനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഹിയർ we are calculating this 200 or this 100 in terms of money അല്ലെങ്കിൽ worth of money. ഇതിൻ്റെ പ്രൈസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. 1 കിലോ ഒരു 10 കിലോ അരി ആയിരിക്കാം അവർ പ്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെ ആയിരിക്കാം 10 രൂപ വെച്ചിട്ട്. അല്ലെങ്കിൽ 2 കിലോ അരി ആയിരിക്കാം പ്രൊഡ്യൂസ് ചെയ്തത്, അപ്പോൾ 50 രൂപയാണ് ആയിരിക്കെങ്കിൽ 2 × 50 100. അങ്ങനെ എത്ര ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ ഇൻറ്റു ക്വാണ്ടിറ്റി രീതിയിൽ ആ മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന വാല്യൂ വർത്താണ് ഈ 200 100 എന്നുള്ളത് നമ്മൾ കണക്കാക്കിയാൽ മതി. സോ ബട്ട് ഇതിലെ നമ്മളൊരു ഇത് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റും. സോ ഹിയർ ഫാമർ ക്യാൻ ബൈ പെസ്റ്റിസൈഡ്സ്. അവർക്കല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സോ എല്ലാം വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും. സോ അപ്പോൾ ഈ വീറ്റിൻ്റെ 100 ഈ പെസ്റ്റിസൈഡ്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് കാര്യങ്ങൾ നമ്മൾ കുറയ്ക്കേണ്ടി വരും. കാരണം എന്താ, ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ കേസിൽ ഈ കോളത്തിൽ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സോ വരും. അല്ലെങ്കിൽ ഈ ബേക്കറിൻ്റെ തന്നെ ഈ ബ്രെഡ് ദേ ക്യാൻ ഫർദർ സെൽ ഇൻ ടു എ റെസ്റ്റോറൻറ്റ്. സോ ഈ റെസ്റ്റോറൻറ്റ് എന്താക്കാം, അതൊരു സാൻഡ്വിച്ച് ആക്കി മാറ്റാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ. അപ്പോൾ ആ സാൻഡ്വിച്ചിൻ്റെ കേസിൽ നിന്ന് ഈ ബ്രെഡിൻ്റെ വാല്യൂ ഇൻ്റർമീഡിയറ്റ് ഗുഡായിട്ട് അത് കുറയ്ക്കേണ്ടി വരും. സോ നമുക്ക് ഈ മെത്തേഡിനെ ഒരു ഇതിൻ്റെ ചെയിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ചെയിൻ ഇൻക്രീസ് ചെയ്താൽ പോലും ഇതിൻ്റെ വാല്യൂ ആഡഡ് മെത്തേഡിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, ആ എക്കണോമിയിൽ ഉണ്ടായ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവുന്നേ ഉള്ളൂ. നമുക്ക് ഈ കോളം ഒന്ന് ഇൻക്രീസ് ചെയ്യേണ്ടി വരും ഇങ്ങോട്ടെല്ലായിട്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ വിത്ത് അസ്. ഈ ബേക്കറിന് പകരം ഇനിയൊരു എന്താക്കാം, റെസ്റ്റോറൻറ്റുകാരനും കൂടെ വരാം, റെസ്റ്റോറൻറ്റ് മേക്കറും കൂടെ വരാം. ഈ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ കേസിൽ ഇപ്പോൾ പുതിയൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ബ്രെഡ് ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ പ്രൈസ് ഇൻ്റർമീഡിയറ്റ് ഗുഡിൻ്റെ എന്താക്കേണ്ടി വരും, അത് കുറയ്ക്കേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ സാൻഡ്വിച്ചിൻ്റെ വാല്യൂ ആരുടെ എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇനി ഇവിടെ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഫാമറിൻ്റെ ഈ ടോട്ടൽ വാല്യൂ വർത്തുന്ന ഈ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളും നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് എന്താക്കേണ്ടി വരും, അത് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ അതിൻ്റെ വാല്യൂ ആഡഡിൽ എന്താക്കാം, വ്യത്യാസം വരാം. സോ ഇൻ ടോട്ടൽ ഈ വാല്യൂ ആഡഡ് മെത്തേഡിൽ എന്താക്കാം, ഡിഫറെൻറ്റ് ചെയിൻസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ എന്താക്കാം കോംപ്ലിക്കേറ്റഡ് ആക്കാം. ബട്ട് സ്റ്റിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ആഡഡ് മെത്തേഡ്സ്. സോ in this session we discussed about what circular flow of diagram. Clearly understand that what is circular flow of diagram, എങ്ങനെയാണ് circular flow of diagram ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാം. when we say that expenditure method is equal to product method is equal to income method, how is this thing happening എന്നുള്ളതിനെ കുറിച്ചൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുക. because that will help you to understand the further chapters coming in this. ഇതിൻ്റെ ഒരു മൊത്തത്തിൽ എങ്ങനെയാണ് അങ്ങോളം ഈ ചാപ്റ്ററിൻ്റെ അങ്ങോളം എങ്ങനെ ബാക്കിയുള്ള മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സോ അണ്ടർസ്റ്റാൻഡ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ഡയഗ്രാം. വി ഡിസ്കസ്ഡ് അബൌട്ട് how the circular flow of diagram works in a simplified economy, and we also said that even if we complicate the economy by adding savings, government or taxes, the final amount which we get from these three methods will be same. ഈ 3 മെത്തേഡിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് സെയിം ആയിരിക്കും. ഇൻ നെക്സ്റ്റ് സെഷൻസ് വി വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ മെത്തേഡ്സ് ഓഫ് ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓൾസോ. ദെൻ വി വിൽ ഹാവ് വാട്ട് എ ക്ലിയർ ഐഡിയ. ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്താലും ഈ 250 തന്നെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാവും. സോ നെക്സ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഈ സെഷൻ കംപ്ലീറ്റ് ഈ പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണെന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വി ഇൻട്രൊഡ്യൂസ് വാട്ട് ഇസ് പ്രൊഡക്റ്റ് മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് വാല്യൂ ആഡഡ് മെത്തേഡ്. ഇൻ ദിസ് വാല്യൂ ആഡഡ് മെത്തേഡ് വി ഹാവ് ടു reduce our intermediate goods, value of the intermediate goods used, and then we add up the final goods and services. So this is what all things we have discussed in this session. Thank you.